നമസ്കാരം. ഞാനിങ്ങനെ ഒരു ലൈവ് ചെയ്യണമെന്ന് കുറേ ആലോചിച്ചു. പിന്നെ വിചാരിച്ച് ചെയ്യാം, കാരണം ലേറ്റായിന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു. ഇന്ന് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ചെയ്തില്ലെങ്കിൽ ഇനി ഞാൻ നാളേക്ക് വെക്കേണ്ടതെന്ന് തോന്നിയതാണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് അമൃത സുരേഷ്, പാപ്പു ഇഷ്യൂ. നിങ്ങൾക്കറിയാം, ദ ലേറ്റസ്റ്റ് അവരുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഞാൻ ഇത് പറയാൻ നീ ആരാ, ഇതൊക്കെ പറയാൻ ഞാൻ ആരാന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. എൻ്റെ പേര് ചെമ്പൻ സ്റ്റെഫാൻ എന്നാണ്. ഞാനൊരു ആർട്ടിസ്റ്റാണ്, RJ ആയിരുന്നു, ഇപ്പോൾ VJ ആണ്. ഇവരുമായിട്ട് എനിക്ക് എന്ത് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാനും അമൃത സുരേഷിൻ്റെ ഫാമിലി ആയിട്ട് ഭയങ്കര വെരി ക്ലോസ് ആണ്. ലൈക്ക് ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ പോലെയാണ് ഞാനും അമ്മു ചേച്ചി എന്ന് പറഞ്ഞാൽ. അബിയും അമ്മയൊക്കെ ആയിട്ടും അച്ഛനായിട്ടും എല്ലാവരായിട്ടും ഭയങ്കര ക്ലോസ് ആണ് ഞാൻ. അപ്പോൾ ഞാൻ ആ ഫാമിലിയിൽ കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. ഇവരുടെ ഓരോ കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പാപ്പു വീഡിയോയിൽ വന്ന് പറഞ്ഞ കാര്യം അക്ഷരം പ്രതി സത്യമാണ്. അതിനകത്ത് ഒന്നും മാനിപ്പുലേറ്റ് ചെയ്തതല്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കണം, ഒരു കുഞ്ഞിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയിക്കാൻ മാത്രം ഒരു വിഡ്ഢിയല്ല അമൃത സുരേഷ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, ഒരു സിംഗർ, ഗായിക. ഇങ്ങനെയാണെങ്കിൽ നേരത്തെ അവർക്കത് ചെയ്യാമായിരുന്നു. നേരത്തെ കുഞ്ഞിനെ വെച്ചിട്ട്, കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് വീഡിയോ ചെയ്താൽ മതി. പാപ്പു പാപ്പു അമ്മ കഷ്ടപ്പെടുന്നു നോക്കുമെന്ന് പറഞ്ഞ് അമ്മ ചേച്ചിക്ക് നേരത്തെ ചെയ്താൽ മതി. ഈ ഫാമിലിയിൽ ഒരാളും ബാലയ്ക്കെതിരെ ഒരിക്കൽ പോലും സംസാരിക്കാൻ ഞാൻ കഴിഞ്ഞ ഡിസംബർ 31 ഞാനൊരു വീഡിയോ ഇടുമ്പം എന്നെ എതിർത്തതാണ് ഇവർ. ഇടണ്ട സ്റ്റെഫാൻ, വിട്ടേക്ക് എന്ന് പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞു അമൃത അമൃത എന്നെ 2ാം കല്യാണം കഴിച്ചതാണ്, ബാല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇന്നിപ്പോൾ അമ്മ ചേച്ചിയുടെ വീഡിയോയിൽ അത് പുറത്ത് വന്നിട്ടുണ്ട്. അമ്മ ചേച്ചി പേരടക്കം പറയുന്നുണ്ട് ചന്ദന എന്നാണ്. ഞാൻ പേര് പറഞ്ഞില്ല, ബാക്കിയൊന്നും. കാരണം ഇത് എങ്ങനെ ഇഷ്യൂ ഉണ്ടാവാമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഐ ഡിഡ്ന്റ് ടെൽ എനിത്തിങ്. അന്നത്തെ വീഡിയോയിൽ ഞാനൊന്നും പറഞ്ഞില്ല, പേര് പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു, കല്യാണം അമൃതയെ കുറ്റം പറയാൻ ഒരു യോഗ്യത ഇല്ലാത്ത ഒരാളാണ്. 3ാമത് കല്യാണം കഴിച്ചു, ഇപ്പം 4ാമത് ആരുടെ കൂടെ ലിവിങ് ടുഗദർ നിൽക്കണം. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഒരു യോഗ്യതയില്ല. അമൃത ആരെയോ കല്യാണം കഴിച്ച് എങ്ങനെ ജീവിക്കട്ടെ? ഇവിടുത്തെ വിഷയം അതല്ല. എന്തിനാണ് നിങ്ങൾ നാട്ടുകാർ കയറി എന്നിട്ട് ഇവരെ ഒന്നും ഇങ്ങനെ തേജോധം ചെയ്യണം? എന്തിനാണ്? ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്യുന്നു നിങ്ങളുടെ അടുത്ത്? അമൃത എന്ത് തെറ്റ് ചെയ്തു? അമൃതയുടെ അമ്മയും അച്ഛനും, മരിച്ചുപോയ അച്ഛനെ പറയുന്നവരുണ്ട്. അപ്പം ഇവര് ആ 4 പെമ്പിള്ളേരെ എങ്ങനെയും ജീവിച്ചോട്ടെ. അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, ആരെയും പിടിച്ചു പറിക്കാൻ പോകുന്നുണ്ടോ? കല കൊണ്ട് മാത്രം ജീവിക്കുന്ന വളരെ നല്ലൊരു ഗായികയാണ് അമൃത സുരേഷ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അമൃതയുടെ പാട്ടുകൾ എല്ലാവരും നെഞ്ചോടി ചേർക്കുന്നതാണ്. ചിലപ്പം ഈ തെറി വിളിക്കുന്ന ആൾക്കാരെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. പാട്ടിൻ്റെ വീഡിയോയിൽ വന്ന് നല്ല കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഒരു ആർട്ടിസ്റ്റ് ഒന്ന് മാത്രം എടുത്താൽ മതി. അവർ പറയുന്ന ചില സംസാരത്തിൽ ചിലപ്പം നിങ്ങൾക്ക് അഹങ്കാരം തോന്നുമായിരിക്കും, അല്ലെങ്കിൽ അവർ പറയണതിൽ ചിലപ്പം ഇഷ്ടക്കേട് തോന്നുമായിരിക്കും. പക്ഷേ അതൊക്കെ ആ പെൺകുട്ടി പറയുന്നില്ല, 18 വയസ്സിൽ ഒരു ബോധമില്ലാത്ത പ്രായത്തിൽ കല്യാണം കഴിച്ച് കുഞ്ഞായ ഒരാളാണ്, ഒരു അമ്മയായ ഒരാളാണ്. അമ്മ അവൻ്റെ പ്രായത്തിലല്ല അമ്മയായത്. അവർക്ക് പറ്റിയ അബദ്ധമാണ്. അവരൊന്നും പുറത്തുനിന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തെങ്കിലും അമൃത വന്നിട്ട് ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ വീഡിയോ ആയിട്ട് വരാറുണ്ടോ? അപ്പുറത്തെ സൈഡിൽ ബാല എന്ന് പറയുന്ന ആളുടെ എന്തെങ്കിലും പ്രൊവോക്കേഷൻ, എന്തെങ്കിലും ഒരു ചൊറിഞ്ഞ വീഡിയോ ഇട്ട് വൻ വിവാദമാകുന്നു. ഇവർക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാത്ത തരത്തിലുള്ള പൊങ്കാല വരുമ്പോഴാണ് അമൃത ചേച്ചിക്ക് എന്തെങ്കിലും ഒരു റിയാക്ഷൻ ആയിട്ട് വരിക. ഇത്രയും വലിയൊരു റിയാക്ഷൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അത് ഇപ്പോഴാണ് ചേച്ചി തുറക്കണത്. ഇതുവരെ തുറന്നിട്ടില്ലായിരുന്നു. നേരത്തെ തുറക്കേണ്ടതായിരുന്നു, പക്ഷെ ഇച്ചിരി വൈകിപ്പോയി. അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞ മുഴുവനും അക്ഷരം പ്രതി സത്യമാണ്. അതിൽ കൂടുതലുണ്ട്. ആ പാപ്പു പിന്നെ പറയാനൊരു ലിമിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും അവളത് അത്രയും പറഞ്ഞു ഒതുക്കിയിട്ടുണ്ടാവുക. ആ കുഞ്ഞു വായിൽ അല്ലെങ്കിൽ കുഞ്ഞു ചെവിയിൽ കേൾക്കേണ്ടതെല്ലാം അവള് അറിഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളൂ. അതിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് 3 വയസ്സിലുള്ള കാര്യം ഇത്രയും ഓർത്തിരിക്കാൻ പറ്റുക എന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളുടെ ആ പ്രായത്തിൽ നമുക്ക് ചെറിയ ചെറിയ ഫ്ലാഷ് ബാക്ക് പോലെ ഓരോ കാര്യങ്ങളുണ്ടാവും. ഇതേ സാധനങ്ങൾ അമൃതയും അമ്മയും ഞാനൊക്കെ ഇരിക്കലെ പറഞ്ഞ് ആ കുട്ടി കേട്ടിട്ടുണ്ട്. ശരിയാണ്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇല്ലാത്ത കാര്യം പറഞ്ഞു കൊടുത്തിട്ടില്ല. മനസ്സിലായോ? അവൾക്കറിയാവുന്ന കാര്യങ്ങൾ അവൾ പറയുമ്പം, ഇപ്പം നിങ്ങൾ ഈ സുബി സുരേഷിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, കുഞ്ഞു കുട്ടികളെ വന്നിട്ട് അവരുടെ ആ പ്രോഗ്രാം ഏതാ, കുട്ടിപ്പട്ടാളം. അതിലെ കുഞ്ഞുങ്ങൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടിപ്പോവും. ആ 3 വയസ്സുള്ള കുട്ടികളൊക്കെ വീട്ടിൽ അച്ഛനും അമ്മയും അവിടെ എല്ലാ കാര്യങ്ങളും അവർ കാണും, കേൾക്കും, മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു നോർമൽ തിങ്. അന്ധപ്രായത്തിൽ ഓർമ്മയുണ്ട്, പിന്നീട് വർഷം കഴിയുമ്പോൾ മറക്കായിരിക്കും. പക്ഷെ ഇത് മറന്നു പോകേണ്ട ഒരു കാര്യമല്ല. അവളുടെ മനസ്സിൽ എന്നും അതൊരു വേദനയായിട്ട് നിൽക്കണതാണ്. അന്ന് ഡാഡി എന്ന് വിളിക്കുക, ഡാഡി ഇങ്ങനെ എറിഞ്ഞു, അപ്പം ഞാനിങ്ങനെ മാറി എന്ന് പറയുന്നത് അന്നേ അവൾ ചോദിക്കുമ്പോൾ പറയുന്ന സാധനം അവൾ വലുതാവുമ്പോഴേ അവളുടെ മനസ്സിൽ അത് ഉണ്ട്. ആ കോടതി വളപ്പിന്ന് വലിച്ചഴിച്ച് പോകുന്നത് ഈ അടുത്ത കാലത്താണ്. ആ ബിഗ് ബോസ് നടക്കുന്നതിൻ്റെ മുൻപോ പിൻപോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബിഗ് ബോസിന് മുൻപായിരിക്കണം.
അതായത് അമൃത അഭിരാമി ഏജൻസീസ് ബിഗ് ബോസിൽ വരുന്നതിനും മുൻപായിരിക്കണം. എൻ്റെ എനിക്ക് ഓർമ്മ വരുന്നില്ല കൃത്യമായിട്ട്, എൻ്റെ ഓർമ്മ പോയി. ഓക്കെ, അപ്പോൾ അതിൽ അന്ന് ഞാനുണ്ട് അവിടെ പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് സ്വന്തം കുഞ്ഞിനെയാണ്. അതിനെ ഒന്ന് സ്നേഹിച്ച് അതിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടാണ് അവനെ പിടിച്ച് വലിച്ചഴിച്ചാൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടിടുമ്പോഴും അവിടെ വെച്ചിട്ടും അവിടെ നിന്ന് എടുത്ത വീഡിയോ, മോളെ കെട്ടിപ്പിടിച്ച് വന്ന് അടുത്തിരുന്ന് എടുക്കുന്ന ഷോ ഓഫിന് വേണ്ടി എടുത്ത വീഡിയോ ഒക്കെ പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ കുഞ്ഞിനെ എത്രത്തോളം ആ അച്ഛൻ്റെ അടുത്ത് പേടിയുണ്ട്, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയപ്പെട്ടിട്ടാണ് ആ കുഞ്ഞ് അന്നത്തെ ഇതിൽ മൊത്തം ഇരുന്നായിരുന്നത്. എത്രത്തോളം സ്നേഹം കാണിച്ച് ആർട്ടിഫിഷ്യലായിട്ട് ഇത് കാണിച്ചിട്ടാലും അത് പുറത്ത് വരില്ല. ആ ഒരു സാധനം ഉള്ളിൻ്റെ ഉള്ളിൽ അന്നത്തെ വീഡിയോ ഇയേഴ്സ് ഒക്കെ ഉള്ള വീഡിയോ ആണ്. അതാണ് അവൾ പറഞ്ഞത്, പാപ്പു പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഇട്ടിരുന്നു, ഭക്ഷണം നേരാവണം, അല്ലെങ്കിൽ അയാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഒരു പക്ഷേ ഒന്ന് നേരാവണ്ണം അടിച്ച് ഇപ്പം അടുത്ത് വിളിച്ചിരുത്തി ഒന്നും സ്നേഹിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കുഞ്ഞിനെ നല്ലൊരു അച്ഛനായിട്ടെങ്കിലും ഉണ്ടായേനെ. ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് വിളിച്ചുകൂടായിരുന്നോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമൃതേനെ വിളിച്ചാൽ പാപ്പുവിനെ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മേനോ അബീനോ ആര് വിളിച്ചാലും ഇവർ ഫോൺ കൊടുക്കാതിരിക്കില്ല? കാരണം ബർത്ത്ഡേ ആണ് കുഞ്ഞിൻ്റെ. അത് മാത്രമല്ല റെക്കോർഡ് ചെയ്യും, മനസ്സിലായോ? ഈ ബാല എന്ന് പറയുന്ന ആൾ റെക്കോർഡ് ചെയ്തിട്ട് ഇത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ചീത്തപ്പേരും പൊങ്കാല ആർക്കാ വരാം? അമൃതയ്ക്കും ഇവർക്കാണ് വരാം. ഓക്കെ, ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമല്ല എന്നല്ല കരുത്, കുഞ്ഞിനെ അടുക്കുന്നു, കുഞ്ഞുമായിട്ട് സ്നേഹിക്കണം, ഇഷ്ടമല്ല, ശരി, സമ്മതിക്കണു, അങ്ങനെ എന്നെ വിചാരിക്കും. പക്ഷേ പബ്ലിക്കിൻ്റെ മുമ്പിൽ അവർക്ക് ആ ഒരു ബാല വിളിക്കുമ്പം കാണണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇവർക്ക് അത് അംഗീകരിക്കാതെ പറ്റത്തില്ല. കാരണം അത് അടുത്ത പൊങ്കാല വരും, അടുത്ത പ്രശ്നം ഉണ്ടാവും. അപ്പം തീർച്ചയായിട്ടും അമൃതയും അവരൊക്കെ കാണിക്കും. വിഷിങ് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കും. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടല്ല ഷോ ഓഫ് കാണിക്കുന്നത്, സ്നേഹം കാണിക്കേണ്ടത്. ഇന്നേ വരെ ആ കുഞ്ഞിനെ ഒന്ന് വിളിക്കുവോ, ആ കുഞ്ഞിനെ വിശ്വസിച്ച് കൊടുക്കുവോ, ഒന്നും ചെയ്തിട്ടില്ല. ഡാഡി എന്ന് പറയുമ്പം ആ കുഞ്ഞിന് എനിക്ക് ഓർമ്മയുള്ള വേറൊരു കാര്യമുണ്ട്. ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുമ്പം ഇവർക്കൊരു ഓട്ടോഗ്രാഫ് കൊടുത്തായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഡിക്ഷണറി വന്നത് ഓട്ടോഗ്രാഫ് കൊടുത്ത ആ ഓട്ടോഗ്രാഫിൽ അത് പാപ്പുവിന് കൊടുത്തു. അപ്പം ഞാൻ ആ ഓട്ടോഗ്രാഫ് വായിച്ചു നോക്കുമ്പം മൈ ബെസ്റ്റ് ഫ്രണ്ട് മമ്മി അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അതിലൊരു സ്ഥലത്ത് മൈ എനിമി എന്ന് പറയുന്നിടത്ത് ഈ ബാലഗോപാലിൻ്റെ പേര് എഴുതിയിരിക്കുകയാണ്. ആൻഡ് ഐ ഹേറ്റ് മൈ ഡാഡി എന്നൊക്കെ ഇവിടെ എഴുതി കണ്ടപ്പോൾ എനിക്ക് ആ കുഞ്ഞ് എത്ര ഇയേഴ്സൊക്കെ ആണ്, ഇപ്പോൾ അവൾക്ക് 12 വയസ്സായിട്ടുള്ളൂ. അപ്പം അന്നത്തെ സമയത്ത് പോലും അവൾ പറയാണ് അന്നും എനിക്ക് പേടിയാണ് എന്നെ അമ്മയെ അടിക്കുന്നതൊക്കെ. അപ്പം ഞാൻ കേട്ടിട്ടത് അടിക്കുന്ന കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞു. 3-3.5 വയസ്സുള്ള കുട്ടിക്ക് ഇതൊന്നും ഓർമ്മയില്ലാണ്ട് ഇരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി ആഫ്റ്റർ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്മിൽ പറയുമ്പോൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് സത്യമായ കാര്യമാണ്, ഇല്ലാണ്ട് ഫേക്കായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കിയ കഥയല്ല. അങ്ങേരുടെ ഡ്രൈവർ പറഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കോടതിയിൽ നമ്മുടെ സെർവൻസ് കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ സാക്ഷ്യം പറഞ്ഞുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഒന്നും പറഞ്ഞില്ലല്ലോ, ഒന്നും പുറത്ത് പറഞ്ഞില്ലല്ലോ. മോളെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് വായ പൂട്ടി നിൽക്കുകയാണല്ലോ ചെയ്തത്. അങ്ങനെ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ? തല്ലിയതിനെ പറ്റിയിട്ടോ കുപ്പിയെടുത്തെറിഞ്ഞതിനെ പറ്റിയോ ഒന്നും വേണ്ടിയില്ല, മനസ്സിലായോ? മദ്യപിച്ച് ലക്ക് കെട്ടിട്ട് തോന്നിയാസം ചെയ്യുമ്പോൾ അറിവ് കെട്ട മുണ്ടമേ എന്നൊക്കെ പറഞ്ഞ് ഈ അമൃതയെ ദേഹോപദ്രം ചെയ്യുമ്പോൾ അടിയും ഇടിയും തൊഴിയും കൊണ്ട് ജീവിച്ചേ. ചേച്ചി ഇന്നത്തെ വീഡിയോയിൽ മേരവണ്ണം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എത്ര പ്രാവശ്യം ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി തുറക്കൂ പറയൂന്ന്. അവിടെ ഒരു കാര്യം നേരാവണ്ണം ചേച്ചി പറയാറില്ലായിരുന്നു. അത് നേരത്തെ പറഞ്ഞെങ്കിൽ ഇത്രയ്ക്കും പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു എനിക്ക് തോന്നുകയാണ്. പറഞ്ഞ് വൈകിപ്പോയെന്നേ എനിക്ക് പറയാനുള്ളൂ. നേരത്തെ പറഞ്ഞെങ്കിൽ ഇത്ര സീൻ ഉണ്ടാവില്ലായിരുന്നു. എനിവേ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. കുറച്ച് സമയം ആയി, 8 മിനിറ്റ് ആവുന്നു. ഓക്കെ, ഞാൻ ദയവേത് അമൃത സുരേഷിൻ്റെ പേഴ്സണൽ ലൈഫിൽ കയറി ചെന്ന് നിങ്ങളൊന്നും പറയാൻ നിൽക്കല്ലേ. നിങ്ങൾ ആവശ്യമില്ലാത്ത നിങ്ങൾ ആരും കണ്ടിട്ടില്ല, നിങ്ങൾ ആരും കേട്ടിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളെപ്പോലുള്ള പലർക്കും കേട്ടും അവർ പറഞ്ഞും ചേച്ചിയുടെ അവരുടെ കുടുംബത്തിൻ്റെ കണ്ണീര് കേട്ട് സത്യാവസ്ഥ നമുക്ക് അറിയുന്നതാണ്, മനസ്സിലായോ? അപ്പോൾ ആ ഞങ്ങൾ പോലും ഈ ബാല പറയുമ്പോഴോ ഇവർ പ്രൊവോക്ക് ചെയ്ത് എന്തെങ്കിലും കാട്ടി കൂട്ടുമ്പോൾ മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും പറയുന്നുള്ളൂ, തുറക്കുന്നുള്ളൂ. അപ്പോൾ പലരും ഈ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവർ നിർവിളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയാണ്, ദയവേത് കമൻറ്റ് ബോക്സിൽ പോയിട്ട് ആവശ്യമില്ലാതെ പൊങ്കാലോ ഇനിയെങ്കിലും ഏത് വീഡിയോ ഇട്ടാലും അതിനകത്ത് ഗോപിയുടെ കാര്യം പറഞ്ഞു വരുന്നുണ്ട്. ചേച്ചി മാന്യമായിട്ട് പബ്ലിക്കിൽ പറഞ്ഞ് ആ ഒരു റിലേഷനെ പറ്റി ഇട്ടതാണ്. ആ റിലേഷൻ കഴിഞ്ഞു, അതവിടെ തീർന്നു. ചേച്ചിക്ക് ഇത് ഒളിച്ചു വെക്കാറുന്നില്ലേ? അപ്പം അത് ഒളിച്ചു വെച്ചിട്ട് ചേച്ചി നടക്കാറുന്നില്ലേ? രണ്ടാമത് വന്ന ഗോപി സുന്ദരൻ്റെ റിലേഷൻ ഒളിച്ചു വെച്ചിട്ട് നടക്കാറുന്നല്ലോ, ഒളിച്ചു വെച്ചില്ലല്ലോ. അത് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ എല്ലാവരുടെ അടുത്തും സംസാരിച്ചു, എല്ലാവരോടും പറഞ്ഞു. വിത്ത് ഓൾ ബ്ലെസ്സിങ്ങിലാണ് അവർ അമ്പലത്തിൽ പോയി താലി കെട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ജീവിച്ച് തുടങ്ങിയത്. അപ്പം ദയവ് ചെയ്ത് ഇതൊരു റിക്വസ്റ്റ് ആയിട്ട്, അപേക്ഷയായിട്ട് കാണണം. അവരെ ജീവിക്കാൻ വിടണം.
അവരുടെ അടുത്ത് ഒന്നും പറയരുത്, അവരെ തെറി വിളിക്കരുത്, പാപ്പുവിൻ്റെ വീഡിയോ പോയിട്ട് തെറി വിളിക്കരുത്. ഇത് അവരുടെ കമൻറ്റ് ബോക്സ് ഓഫാണ്, പക്ഷേ റിയാക്ട് ചെയ്തിരിക്കുന്ന കുറേ യൂട്യൂബേഴ്സിൻ്റെയും വ്ളോഗേഴ്സിൻ്റെയും കമൻറ്റ് ബോക്സിൽ പോയിട്ട് ദയവേത് അവരിതൊക്കെ വായിച്ചു നോക്കുന്നതാണ്. എത്രയാണെങ്കിലും ടെൻഡൻസി വരും, പാപ്പുവിനാണെങ്കിലും അമ്മൂനാണെങ്കിലും അവർക്കൊക്കെ വായിച്ചു നോക്കാനായിട്ട് ടെൻഡൻസി വരും. അപ്പം അത് വായിച്ചു നോക്കുമ്പോൾ ഈ കാണുന്ന മൊത്തം ഇന്നും അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നത് തെറിവിളികളാണ്. എല്ലാവരും പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഇടരുന്ന റിക്വസ്റ്റാണ്, ഇതെൻ്റെ വിനീതമായ അപേക്ഷയാണ്. അത് കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കുറച്ച് ലെങ്തായി പോയി, അത് പറയാതെ വയ്യ, അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് പറയണം. വേറൊന്നും പറയാനില്ല. അവരെ പാപ്പ പറഞ്ഞു 100% സത്യം, അതെനിക്ക് വീണ്ടും 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 പറയണം. അതിനകത്ത് ഒരു മാനിപ്പുലേഷനും ഇല്ല. ആ കുഞ്ഞ് അത് പ്രതികരിച്ചാൽ അവളെ കൊണ്ട് പറഞ്ഞിടിയിച്ചതുമല്ല, അവൾ സ്വന്തം ഇഷ്ടത്തിൽ ഇട്ട വീഡിയോ ആണ്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ വന്നു, ബാല സങ്കടം പറഞ്ഞ് അടുത്തൊരു ഡ്രാമാറ്റിക് വീഡിയോ ആയിട്ട് വരുന്നു. അതും നേരെ പോകുന്നത് പാപ്പുവിനെയും അബിക്കെതിരെയാണ്, അമ്മൂനും അവർ ഫാമിലിക്കെതിരെയാണ്. ഇവർ മാനിപ്പുലേറ്റ് ചെയ്ത പോലെയാണ്, പഠിപ്പിച്ചു വിട്ട പോലെ കുഞ്ഞിനോട് വീണ്ടും തെറിവിളി കൂടുന്നു ആ ഒരൊറ്റ ഡ്രാമാറ്റിക് വീഡിയോ കൊണ്ട്. സോ അങ്ങേരത് വായടച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഞാനിത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, കുറേ പേര് പുതിയതായിട്ട് വന്നിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. കേൾക്കുന്നില്ലേ? ഓഡിബിൾ ആയിരുന്നില്ല ഇത്രയും നേരം. ഞാൻ എന്താ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ആരോ. ഞാൻ ഓഡിബിൾ ആയിരുന്നോ ഇത്ര നേരം? ഒത്തിനോടായിരുന്നു ഇത്ര നേരം ഏതോ. ഞാനിതിൽ കണ്ട എല്ലാവർക്കും വേവിട്ടിട്ടുണ്ട്. എനിക്ക് റിപ്ലൈ ഒന്നും ഇല്ല, ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. ലെറ്റ് അമൃത, പപ്പു, അഭിരാമി ആൻഡ് ലൈലമ്മ ലിവ് പീസ്ഫുള്ളി. നിങ്ങൾ അവരൊന്ന് വെറുതെ വിടണം പ്ലീസ് 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 പ്ലീസ്. ഇനിയും പൊങ്കലായിട്ട് ചെല്ലല്ല. ഓക്കെ, ബൈ ബൈ, പീസ് ഔട്ട്.